سيقول السفهاء من الناس ما ولاهم عن قبلتهم التي كانوا عليها قل لله المشرق والمغرب يهدي من يشاء إلى صراط مستقيم. മൂഢന്മാരായ ചില ആളുകൾ ചോദിക്കുന്നു, അവർ തിരിഞ്ഞു നിന്നിരുന്ന കിബിലയിൽ നിന്ന് അവരെ തെറ്റിച്ചതെന്ത്? പറയുക, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിൻ്റേതു തന്നെ. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ وَيَكُونَ الرَّسُولُ عَلَيْكُمْ شَهِيدًا وَمَا جَعَلْنَا الْقِبْلَةَ الَّتِي كُنْتَ عَلَيْهَا إِلَّا لِنَعْلَمَ مَنْ يَتَّبِعُ الرَّسُولَ مِمَّنْ يَنْقَلِبُ عَلَى عَقِبَيْهِ وَإِنْ كَانَتْ لَكَبِيرَةً إِلَّا عَلَى الَّذِينَ هَدَى اللَّهُ وَمَا كَانَ اللَّهُ لِيُضِيعَ إِيمَانَكُمْ إِنَّ اللَّهَ بِالنَّاسِ لَرَءُوفٌ رَحِيمٌ. ഇവ്വിധം നിങ്ങളെ നാം ഒരു മിതസമുദായമാക്കിയിരിക്കുന്നു, നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാകാൻ, പ്രവാചകൻ നിങ്ങൾക്കുമേൽ സാക്ഷിയാകാൻ. നീ ഇതുവരെ തിരിഞ്ഞു നിന്നിരുന്ന ദിശയെ കിബിലയായി നിശ്ചയിച്ചിരുന്നത് ദൈവദൂതനെ പിൻപറ്റുന്നവരെയും പിന്മാറിപ്പോകുന്നവരെയും വേർതിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതൊരു വലിയ കാര്യം തന്നെ, അല്ലാഹു നേർവഴിയിലാക്കിയവർക്കൊഴികെ. അല്ലാഹു നിങ്ങളുടെ വിശ്വാസത്തെ ഒട്ടും പാഴാക്കുകയില്ല. അല്ലാഹു ജനങ്ങളോട് അളവറ്റ കൃപയുള്ളവനും കരുണാമയനുമാകുന്നു. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. നിന്റെ മുഖം അടിക്കടി മാനത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിനാൽ നിനക്കിഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് നിന്നെ നാം തിരിക്കുകയാണ്. ഇനി മുതൽ മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ നീ നിന്റെ മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ അതിൻ്റെ നേരെ മുഖം തിരിക്കുക. വേദം നൽകപ്പെട്ടവർക്ക് ഇത് തങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യമാണെന്ന് നന്നായി അറിയാം. അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ല. വലഇൻ അതൈത الذين اوتوا الكتاب بكل آية ما تبعوا قبلتك وما أنت بتابع قبلتهم وما بعضهم بتابع قبلة بعض ولئن اتبعت أهواءهم من بعد ما جاءك من العلم إنك إذا لمن الظالمين. നീ ഈ വേദക്കാരുടെ മുമ്പിൽ എല്ലാ തെളിവുകളും കൊണ്ടുചെന്നാലും അവർ നിന്റെ കിബിലയെ പിൻപറ്റുകയില്ല. അവരുടെ കിബിലയെ നിനക്കും പിൻപറ്റാനാവില്ല. അവരിൽ തന്നെ ഒരു വിഭാഗം മറ്റു വിഭാഗക്കാരുടെ കിബിലയെയും പിന്തുടരില്ല. ഈ സത്യമായ അറിവ് ലഭിച്ച ശേഷവും നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയാൽ ഉറപ്പായും നീയും അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم
وَإِنَّ فَرِيقًا مِّنْهُمْ لَيَكْتُمُونَ الْحَقَّ وَهُمْ يَعْلَمُونَ നാം വേദം നൽകിയ ജനത്തിന് നബിയെ തങ്ങളുടെ മക്കളെ അറിയുന്ന പോലെ അറിയാം. എന്നിട്ടും അവരിൽ ഒരു കൂട്ടർ അറിഞ്ഞുകൊണ്ടുതന്നെ സത്യം മറച്ചുവെക്കുകയാണ്. الْحَقُّ مِنْ رَبِّكَ فَلَا تَكُونَنَّ مِنَ الْمُمْتَرِينَ ഇത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യസന്ദേശമാണ്. അതിനാൽ അതേപ്പറ്റി നീ സംശയാലുവാകരുത്. وَلِكُلٍّ وِجْهَةٌ هُوَ مُوَلِّيهَا فَاسْتَبِقُوا الْخَيْرَاتِ أَيْنَمَا تَكُونُوا يَأْتِ بِكُمُ اللَّهُ جَمِيعًا إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ ഓരോരുത്തർക്കും ഓരോ ദിശയുണ്ട്. അവർ അതിൻ്റെ നേരെ തിരിയുന്നു. അതിനാൽ നിങ്ങൾ നന്മയിലേക്ക് മത്സരിച്ച് മുന്നേറുക. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെയെല്ലാം ഒന്നിച്ചു കൊണ്ടുവരും. അല്ലാഹു എല്ലാറ്റിനും കഴിവുറ്റവൻ തന്നെ. وَمِنْ حَيْثُ خَرَجْتَ فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَإِنَّهُ لَلْحَقُّ مِنْ رَبِّكَ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും മസ്ജിദുൽ ഹറാമിന്റെ നേരെ മുഖം തിരിക്കുക. കാരണം അത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമായ നിർദ്ദേശമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു ഒട്ടും അശ്രദ്ധനല്ല. وَمِنْ حَيْثُ خَرَجْتَ فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَحَيْثُ مَا كُنْتُمْ فَوَلُّوا وُجُوهَكُمْ شَطْرَهُ لِئَلَّا يَكُونَ لِلنَّاسِ عَلَيْكُمْ حُجَّةٌ إِلَّا الَّذِينَ ظَلَمُوا مِنْهُمْ فَلَا تَخْشَوْهُمْ وَاخْشَوْنِي وَلِأُتِمَّ نِعْمَتِي عَلَيْكُمْ وَلَعَلَّكُمْ تَهْتَدُونَ നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേരെ മുഖം തിരിക്കുക. നിങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ഒരു ന്യായവും ഇല്ലാതിരിക്കാനാണിത്, അവരിലെ അക്രമികൾക്കൊഴികെ. നിങ്ങൾ അവരെ പേടിക്കരുത്, എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് തികവോടെ തരാനാണിത്, നിങ്ങൾ നേർവഴി പ്രാപിക്കാനും. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون നാം നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ദൂതനെ അയച്ചു തന്ന പോലെയാണിത്. അദ്ദേഹമോ നിങ്ങൾക്ക് നമ്മുടെ സൂക്തങ്ങൾ ഓതിത്തരുന്നു, നിങ്ങളെ സംസ്കരിക്കുന്നു, വേദവും വിജ്ഞാനവും പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുന്നു. ഫദ്കുറൂനി അദ്കുർകും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. അതിനാൽ നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെയും ഓർക്കാം. എന്നോട് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അല്ലാഹുവിന്റെ സഹായം തേടുക. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവരെ മരിച്ചവരെന്ന് പറയാതിരിക്കുക. അല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്, പക്ഷേ
നിങ്ങളത് അറിയുന്നില്ല. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. ചില്ലറ പേടി, പട്ടിണി, ജീവധനാദികളുടെ നഷ്ടം, വിളനാശം എന്നിവയിലൂടെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ ക്ഷമിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. തങ്ങളെ വല്ല വിപത്തും ബാധിച്ചാൽ അവർ പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിൻ്റേതാണ്, അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടവരും. أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. അവർക്ക് അവരുടെ നാഥനിൽ നിന്നുള്ള അതിരറ്റ അനുഗ്രഹങ്ങളും കാരുണ്യവുമുണ്ട്. അവർ തന്നെയാണ് നേർവഴി പ്രാപിച്ചവർ. إن الصفا والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. തീർച്ചയായും സൊഫായും മർവയും അല്ലാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടവയാണ്. അതിനാൽ അല്ലാഹുവിൻ്റെ ഭവനത്തിങ്കൽ ഹജ്ജോ ഉംറയോ നിർവഹിക്കുന്നവർ അവയ്ക്കിടയിൽ പ്രയാണം നടത്തുന്നത് കുറ്റകരമാകുന്ന പ്രശ്നമേയില്ല. സ്വയം സന്നദ്ധരായി സുകൃതം ചെയ്യുന്നവർ മനസ്സിലാക്കട്ടെ, അല്ലാഹു നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون. നാം അവതരിപ്പിച്ച വ്യക്തമായ തെളിവുകളും മാർഗനിർദ്ദേശങ്ങളും മറച്ചുവെക്കുന്നവർ ആരോ, അതും മുഴുവൻ മനുഷ്യർക്കുമായി നാം വേദഗ്രന്ഥത്തിൽ വിശദീകരിച്ച ശേഷം ഉറപ്പായും അല്ലാഹു അവരെ ശപിക്കുന്നു. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നു. إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും മറച്ചുവെച്ചത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെയൊഴികെ അവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നു. പശ്ചാത്താപം സ്വീകരിക്കുന്നവനും ദയാപരനുമാണ് ഞാൻ. إن الذين كفروا وماتوا وهم كفار أولئك عليهم لعنة الله والملائكة والناس أجمعين. സത്യത്തെ തള്ളിക്കളയുകയും സത്യനിഷേധികളായി തന്നെ മരണമടയുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ട്. خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون. അവരത് എക്കാലവും അനുഭവിക്കും. അവർക്ക് ശിക്ഷയിലൊട്ടും ഇളവുണ്ടാവില്ല. അവർക്ക് അവസരം നീട്ടിക്കൊടുക്കുകയുമില്ല. وإلهكم إله واحد لا إله إلا هو الرحمن الرحيم. നിങ്ങളുടെ ദൈവം ഏകദൈവം, അവനല്ലാതെ ദൈവമില്ല. അവൻ പരമകാരുണികൻ,
ദയാപരൻ. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ മനുഷ്യർക്കുപകരിക്കുന്ന ചരക്കുകളുമായി സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലിൽ അല്ലാഹു മാനത്തുനിന്ന് വെള്ളമിറക്കി അതുവഴി ജീവനറ്റ ഭൂമിക്ക് ജീവനേകിയതിൽ, ഭൂമിയിൽ എല്ലായിനം ജീവികളെയും പരത്തിയതിൽ, കാറ്റിനെ തിരിച്ചുവിട്ടതിൽ, ആകാശഭൂമികൾക്കിടയിൽ അധീനപ്പെടുത്തി നിർത്തിയിട്ടുള്ള കാർമേഘത്തിൽ, എല്ലാറ്റിലും ചിന്തിക്കുന്ന ജനത്തിന് അനേകം തെളിവുകളുണ്ട്, സംശയമില്ല. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ وَلَوْ يَرَى الَّذِينَ ظَلَمُوا إِذْ يَرَوْنَ الْعَذَابَ أَنَّ الْقُوَّةَ لِلَّهِ جَمِيعًا وَأَنَّ اللَّهَ شَدِيدُ الْعَذَابِ. ചില ആളുകൾ അല്ലാഹു അല്ലാത്തവരെ അവന് സമന്മാരാക്കി വെക്കുന്നു. അവർ അല്ലാഹുവെ സ്നേഹിക്കുന്ന പോലെ ഇവരെയും സ്നേഹിക്കുന്നു. സത്യവിശ്വാസികളോ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അക്രമികൾക്ക് പരലോകശിക്ഷ നേരിൽ കാണുമ്പോൾ ബോധ്യമാകും. ശക്തിയൊക്കെയും അല്ലാഹുവിനാണെന്നും അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നെങ്കിൽ. إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. ഭൂമിയിൽ പിന്തുടരപ്പെട്ടവർ പിന്തുടരുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും അവർക്കുള്ള ശിക്ഷ നേരിൽ കാണുകയും അന്യോന്യമുള്ള ബന്ധം അറ്റുപോവുകയും ചെയ്യുന്ന സന്ദർഭം. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. അനുയായികൾ അന്ന് പറയും, ഞങ്ങൾക്ക് ഒരു തിരിച്ചുപോക്കിന് അവസരമുണ്ടായെങ്കിൽ ഇവരിപ്പോൾ ഞങ്ങളെ കൈവെടിഞ്ഞ പോലെ ഇവരെ ഞങ്ങളും കൈവെടിയുമായിരുന്നു. അങ്ങനെ അവരുടെ ചെയ്തികൾ അവർക്ക് കൊടിയ ഖേദത്തിന് കാരണമായതായി അല്ലാഹു അവർക്ക് കാണിച്ചു കൊടുക്കും. നരകത്തീയിൽ നിന്നവർക്ക് പുറത്തു കടക്കാനാവില്ല. യാ അയ്യുഹൻ നാസു കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ ത്വയ്യിബൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ. മനുഷ്യരെ, ഭൂമിയിലെ വിഭവങ്ങളിൽ അനുവദനീയവും ഉത്തമവുമായത് തിന്നുകൊള്ളുക. പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ വഅൻ തഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. ചീത്തക്കാര്യങ്ങളിലും നീചവൃത്തികളിലും വ്യാപരിക്കാനാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ കെട്ടിപ്പറയാനും.
وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. അല്ലാഹു ഇറക്കിത്തന്ന സന്ദേശം പിൻപറ്റാൻ ആവശ്യപ്പെട്ടാൽ അവർ പറയും, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ പിന്തുടർന്നതായി ഞങ്ങൾ കണ്ടതിനെ മാത്രമേ ഞങ്ങൾ പിൻപറ്റുകയുള്ളൂ. അവരുടെ പിതാക്കൾ ഒന്നും ചിന്തിക്കാത്തവരും നേർവഴി പ്രാപിക്കാത്തവരുമായിരുന്നിട്ടും. وَمَثَلُ الَّذِينَ كَفَرُوا كَمَثَلِ الَّذِي يَنْعِقُ بِمَا لَا يَسْمَعُ إِلَّا دُعَاءً وَنِدَاءً صُمٌّ بُكْمٌ عُمْيٌ فَهُمْ لَا يَعْقِلُونَ. സത്യനിഷേധികളുടെ ഉപമ വിളിയും തെളിയുമല്ലാതൊന്നും കേൾക്കാത്ത കാലികളോട് ഒച്ചയിടുന്നവനെപ്പോലെയാണ്. അവർ ബധിരരും മൂകരും കുരുടരുമാണ്. അവരൊന്നും ആലോചിച്ചറിയുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. വിശ്വസിച്ചവരെ, നാം നിങ്ങൾക്കേകിയവയിൽ നിന്ന് ഉത്തമമായത് ആഹരിക്കുക. അല്ലാഹുവോട് നന്ദി കാണിക്കുക, നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുന്നവരാണെങ്കിൽ. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ് فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. നിങ്ങൾക്ക് അവൻ നിഷിദ്ധമാക്കിയത് ഇവ മാത്രമാണ്: ശവം, രക്തം, പന്നിമാംസം, അല്ലാഹുവല്ലാത്തവർക്കായി അറുക്കപ്പെട്ടത്. എന്നാൽ നിർബന്ധിതാവസ്ഥയിലുള്ളവന് അതിൽ കുറ്റമില്ല. എന്നാൽ ഇത് നിയമം ലംഘിച്ചാവരുത്, അത്യാവശ്യത്തിലധികവുമാകരുത്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീലൻ أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. ഈ ഗ്രന്ഥത്തിൽ അല്ലാഹു അവതരിപ്പിച്ച കാര്യങ്ങൾ മറച്ചുപിടിക്കുകയും അതിന് തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്നവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് നരകത്തീയല്ലാതൊന്നുമല്ല. ഉയിർത്തെഴുന്നേൽപ്പു നാളിൽ അല്ലാഹു അവരോട് മിണ്ടുകയില്ല, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. അവർക്കുള്ളത് വേദനയേറിയ ശിക്ഷയാണ്. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار. സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങിയവരാണവർ. പാപമോചനത്തിന് പകരം ശിക്ഷയും. നരകശിക്ഷ അവർക്കിത്ര സഹ്യമായതെങ്ങനെ? ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. പരമസത്യം വ്യക്തമാക്കുന്ന ഈ ഗ്രന്ഥം അല്ലാഹു ഇറക്കിത്തന്നു. എന്നിട്ടും ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ തങ്ങളുടെ കലഹത്തിൽ സത്യത്തിൽ നിന്ന് ഏറെ ദൂരെയായിരിക്കുന്നു. അതാണ് ഇതിനൊക്കെയും കാരണം. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله
البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതല്ല പുണ്യം. പിന്നെയോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുക. സമ്പത്തിനോട് ഏറെ പ്രിയമുണ്ടായിരിക്കെ അത് അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുക. നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. സക്കാത്ത് നൽകുക. കരാറുകളിലേർപ്പെട്ടാൽ അവ പാലിക്കുക. പ്രതിസന്ധികളിലും വിപദ്ഘട്ടങ്ങളിലും യുദ്ധവേളയിലും ക്ഷമ പാലിക്കുക. ഇങ്ങനെ ചെയ്യുന്നവരാണ് പുണ്യവാന്മാർ. അവരാണ് സത്യം പാലിച്ചവർ. സൂക്ഷ്മത പുലർത്തുന്നവരും അവർ തന്നെ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ലാ الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവന്റെ കാര്യത്തിൽ പ്രതിക്രിയ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. കൊന്നത് സ്വതന്ത്രനാകട്ടെ, അടിമയാകട്ടെ, സ്ത്രീയാകട്ടെ. എന്നാൽ കൊലയാളിക്ക് തന്റെ സഹോദരനിൽ നിന്ന് മാപ്പ് ലഭിക്കുകയാണെങ്കിൽ നല്ല നിലയിൽ അതംഗീകരിക്കുകയും മാന്യമായ നഷ്ടപരിഹാരം നൽകുകയും വേണം. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരിളവും കാരുണ്യവുമാണിത്. പിന്നെയും പരിധി വിടുന്നവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ. ബുദ്ധിശാലികളെ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. നിങ്ങളിൽ ആരെങ്കിലും മരണാസന്നരായാൽ അവർക്ക് ശേഷിപ്പ് സ്വത്തുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ന്യായമായ നിലയിൽ വസിയത്ത് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സൂക്ഷ്മതയുള്ളവർക്കിത് ഒഴിച്ചുകൂടാനാവാത്ത കടമയത്രേ. فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. വസിയത്ത് കേട്ട ശേഷം ആരെങ്കിലും അത് മാറ്റിമറിച്ചാൽ കുറ്റം മാറ്റിമറിക്കുന്നവർക്കാണ്. നിസ്സംശയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. അഥവാ വസിയത്ത് ചെയ്തവനിൽ നിന്ന് വല്ല അനീതിയോ തെറ്റോ സംഭവിച്ചതായി ആരെങ്കിലും ആശങ്കിക്കുന്നുവെങ്കിൽ അയാൾ ബന്ധപ്പെട്ടവർക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ.
يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമാക്കിയിരുന്ന പോലെ തന്നെ നിങ്ങൾ ഭക്തിയുള്ളവരാകാൻ. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. നിർണിതമായ ഏതാനും ദിനങ്ങളിൽ നിങ്ങളാരെങ്കിലും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം തികയ്ക്കണം. ഏറെ പ്രയാസത്തോടെ മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർ പ്രായശ്ചിത്തമായി ഒരഗതിക്ക് ആഹാരം നൽകണം. എന്നാൽ ആരെങ്കിലും സ്വയം കൂടുതൽ നന്മ ചെയ്താൽ അതവന് നല്ലതാണ്. നോമ്പെടുക്കലാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ഖുർആൻ ജനങ്ങൾക്ക് നേർവഴി കാണിക്കുന്നതാണ്, സത്യമാർഗം വിശദീകരിക്കുന്നതും സത്യാസത്യങ്ങളെ വേർതിരിച്ചു കാണിക്കുന്നതുമാണ്. അതിനാൽ നിങ്ങളിലാരെങ്കിലും ആ മാസത്തിന് സാക്ഷികളാകുന്നുവെങ്കിൽ ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കണം. ആരെങ്കിലും രോഗിയോ യാത്രയിലോ ആണെങ്കിൽ പകരം മറ്റു ദിവസങ്ങളിൽ നിന്ന് അത്രയും എണ്ണം തികയ്ക്കണം. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, പ്രയാസമല്ല. നിങ്ങൾ നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കാനുമാണിത്. നിങ്ങളെ നേർവഴിയിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വം കീർത്തിക്കാനും അവനോട് നന്ദിയുള്ളവരാകാനുമാണ്. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. എന്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാലോ, ഞാൻ അടുത്തു തന്നെയുണ്ട്. എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതിനാൽ അവരെന്റെ വിളിക്കുത്തരം നൽകട്ടെ, എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴിയിലായേക്കാം. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن علم الله أنكم كنتم تختانون أنفسكم فتاب عليكم وعفى عنكم فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها
كذلك يبين الله آياته للناس لعلهم يتقون. നോമ്പിന്റെ രാവിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള ലൈംഗിക ബന്ധം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്കുള്ള വസ്ത്രമാണ്, നിങ്ങൾ അവർക്കുള്ള വസ്ത്രവും. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് മാപ്പേകിയിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി സഹവസിക്കുക. അല്ലാഹു അതിലൂടെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് തേടുക. അപ്രകാരം തന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. പ്രഭാതത്തിന്റെ വെള്ള ഇഴകൾ കറുപ്പ് ഇഴകളിൽ നിന്ന് വേർതിരിഞ്ഞു കാണും വരെ. പിന്നെ രാത്രി വരെ വ്രതമാചരിക്കുക. നിങ്ങൾ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുമ്പോൾ ഭാര്യമാരുമായി വേഴ്ച പാടില്ല. ഇതൊക്കെയും അല്ലാഹുവിന്റെ അതിർവരമ്പുകളാണ്. അതിനാൽ നിങ്ങൾ അവയോടടുക്കരുത്. ഇவ்விധം അല്ലാഹു അവന്റെ വചനങ്ങൾ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നു, അവർ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. നിങ്ങളുടെ ധനം നിങ്ങൾ അന്യായമായി അന്യോന്യം അധീനപ്പെടുത്തി തിന്നരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കുറ്റകരമായ മാർഗത്തിലൂടെ അന്യരുടെ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം തിന്നാനായി നിങ്ങൾ അത് വിധികർത്താക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുകയുമരുത്. يسألونك عن الأهلة قل هي مواقيت للناس والحج وليس البر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله لعلكم تفلحون. അവർ നിന്നോട് ചന്ദ്രക്കലയെക്കുറിച്ച് ചോദിക്കുന്നു. പറയുക, അത് ജനങ്ങൾക്ക് കാലം കണക്കാക്കാനുള്ളതാണ്, ഹജ്ജിനുള്ള സമയനിർണയവും. നിങ്ങൾ വീടുകളുടെ പിൻഭാഗത്തൂടെ പ്രവേശിക്കുന്നതിൽ പുണ്യമൊന്നുമില്ല. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലാണ് യഥാർത്ഥ പുണ്യം. അതിനാൽ വീടുകളുടെ മുൻവാതിലുകളിലൂടെ പ്രവേശിക്കുക. അല്ലാഹുവെ സൂക്ഷിക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാം. وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് ദൈവമാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ പരിധി ലംഘിക്കരുത്. അതിക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. وَاقْتُلُوهُمْ حَيْثُ ثَقِفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِندَ الْمَسْجِدِ الْحَرَامِ حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ قَاتَلُوكُمْ فَاقْتُلُوهُمْ كَذَلِكَ جَزَاءُ الْكَافِرِينَ. ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും നിങ്ങൾ അവരെ വധിക്കുക. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെയും പുറന്തള്ളുക. കുഴപ്പം കൊലയേക്കാൾ ഭീകരമാണ്. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് അവർ നിങ്ങളോട് ഏറ്റുമുട്ടുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അഥവാ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെ വധിക്കുക. അതാണ് അത്തരം സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. فَإِنِ انْتَهَوْا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിലോ അറിയുക, അല്ലാഹു ഏറെ മാപ്പേകുന്നവനും പരമദയാലുവുമാകുന്നു. وَقَاتِلُوهُمْ حَتَّى لَا تَكُونَ فِتْنَةٌ وَيَكُونَ الدِّينُ لِلَّهِ فَإِنِ انْتَهَوْا فَلَا عُدْوَانَ إِلَّا عَلَى الظَّالِمِينَ. കുഴപ്പം ഇല്ലാതാവുകയും
ദീൻ അല്ലാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. എന്നാൽ അവർ വിരമിക്കുകയാണെങ്കിൽ അറിയുക, അക്രമികളോടല്ലാതെ ഒരുവിധ കയ്യേറ്റവും പാടില്ല. الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين. ആദരണീയ മാസത്തിൽ യുദ്ധം ചെയ്താൽ ആദരണീയ മാസത്തിൽ തന്നെ പകരം ചെയ്യുക. ആദരണീയമായ മറ്റു കാര്യങ്ങൾ കയ്യേറ്റത്തിനിരയായാലും അவ்விധം പ്രതിക്രിയയുണ്ട്. അതിനാൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും അതിക്രമം കാണിച്ചാൽ തുല്യമായ നിലയിൽ അവരോടും അതിക്രമമാവാം. അല്ലാഹുവെ സൂക്ഷിക്കുക, അറിയുക, സൂക്ഷ്മത പുലർത്തുന്നവരോടൊപ്പമാണ് അല്ലാഹു. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. നിങ്ങളുടെ കൈകളാൽ തന്നെ നിങ്ങളെ ആപത്തിലകപ്പെടുത്തരുത്. നന്മ ചെയ്യുക. തീർച്ചയായും നന്മ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محله فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك فإذا أمنتم فمن تمتع بالعمرة إلى الحج فما استيسر من الهدي فمن لم يجد فصيام 3 أيام في الحج و7 إذا رجعتم تلك 10 كاملة ذلك لمن لم يكن أهله حاضر المسجد الحرام واتقوا الله واعلموا أن الله شديد العقاب. നിങ്ങൾ അല്ലാഹുവിനായി ഹജ്ജും ഉംറയും തികവോടെ നിർവഹിക്കുക. അഥവാ നിങ്ങൾ ഉപരോധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സാധ്യമായ ബലി നടത്തുക. ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തുവോളം നിങ്ങൾ തലമുടിയെടുക്കരുത്. അഥവാ നിങ്ങളിലാരെങ്കിലും രോഗം കാരണമോ തലയിലെ മറ്റെന്തെങ്കിലും പ്രയാസമൂലമോ മുടിയെടുത്താൽ പ്രായശ്ചിത്തമായി നോമ്പെടുക്കുകയോ ദാനം നൽകുകയോ ബലി നടത്തുകയോ വേണം. നിങ്ങൾ നിർഭയാവസ്ഥയിലാവുകയും ഉംറ നിർവഹിച്ച് ഹജ്ജ് കാലം വരെ സൗകര്യം ഉപയോഗപ്പെടുത്തുകയുമാണെങ്കിൽ സാധ്യമായ ബലി നൽകുക. ആർക്കെങ്കിലും ബലി സാധ്യമായില്ലെങ്കിൽ 10 നോമ്പ് പൂർണ്ണമായി അനുഷ്ഠിക്കണം. 3 ഹജ്ജ് വേളയിലും 7 തിരിച്ചെത്തിയ ശേഷവും. കുടുംബത്തോടൊത്ത് മസ്ജിദുൽ ഹറാമിന്റെ അടുത്ത് താമസിക്കാത്തവർക്കുള്ളതാണ് ഈ നിയമം. അല്ലാഹുവെ സൂക്ഷിക്കുക, അറിയുക, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ഹജ്ജ് കാലം ഏറെ അറിയപ്പെടുന്ന മാസങ്ങളാണ്. ഈ നിർണിത മാസങ്ങളിൽ ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചവർ സ്ത്രീ പുരുഷ വേഴ്ചയോ നീചവൃത്തിയോ തർക്കവിതർക്കമോ പാടില്ല. നിങ്ങൾ എന്തു സുകൃതം ചെയ്താലും അല്ലാഹു അതറിയും. നിങ്ങൾ യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുക. എന്നാൽ യാത്രയ്ക്കാവശ്യമായ വിഭവങ്ങളിലേറ്റവും ഉത്തമം അല്ലാഹുവോടുള്ള ഭക്തി അത്രേ. വിചാരശാലികളെ,
നിങ്ങൾ എന്നോട് ഭക്തിയുള്ളവരാവുക. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. നിങ്ങൾക്ക് നിങ്ങളുടെ നാഥന്റെ അനുഗ്രഹങ്ങൾ തേടുന്നതിൽ തെറ്റൊന്നുമില്ല. നിങ്ങൾ അറഫയിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ മശ്അറുൽ ഹറാമിനടുത്തു വെച്ച് അല്ലാഹുവെ സ്മരിക്കുക. അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. ഇതിനു മുമ്പ് നിങ്ങൾ വഴിപിഴച്ചവരിൽപ്പെട്ടവരായിരുന്നാലും. ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. പിന്നീട് ആളുകൾ പിരിഞ്ഞു പോകുന്നിടത്തു നിന്ന് നിങ്ങളും പിരിഞ്ഞു പോവുക. അല്ലാഹുവോട് പാപമോചനം തേടുക. നിശ്ചയമായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق. നിങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവെ ഓർക്കുക. നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കും പോലെ അല്ല, അതിലും കൂടുതലായി അവനെ സ്മരിക്കുക. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ഈ ലോകത്ത് എല്ലാം തരേണമേ. അയാൾക്ക് പരലോകത്ത് ഒരു വിഹിതവുമുണ്ടാവില്ല. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. മറ്റു ചിലർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ഈ ലോകത്ത് നന്മ നൽകണമേ, പരലോകത്തും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. أولئك لهم نصيب مما كسبوا والله سريع الحساب. അവർ സമ്പാദിച്ചതിന്റെ വിഹിതം അവർക്കുണ്ട്. അല്ലാഹു അതിവേഗം കണക്കു നോക്കുന്നവനാകുന്നു. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. ഹജ്ജിലെ നിർണിത നാളുകളിൽ നിങ്ങൾ ദൈവസ്മരണയിൽ മുഴുകുക. ആരെങ്കിലും ധൃതി കാണിച്ച് 2 ദിവസം കൊണ്ടുതന്നെ മിനായിലെ താമസം മതിയാക്കിയാൽ അതിൽ തെറ്റൊന്നുമില്ല. ആരെങ്കിലും പിന്തിമടങ്ങുന്നുവെങ്കിൽ അതിലും തെറ്റില്ല. ഭക്തി പുലർത്തുന്നവർക്കുള്ളതാണിത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അറിയുക, നിങ്ങളെല്ലാം അവന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ്. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. ചില മനുഷ്യരുണ്ട്, ഐഹിക ജീവിതത്തിൽ അവരുടെ സംസാരം നിന്നിൽ കൗതുകമുണർത്തും. തന്റെ ഉദ്ദേശ്യശുദ്ധി ബോധ്യപ്പെടുത്താൻ അവൻ അല്ലാഹുവെ സാക്ഷി നിർത്തും. കൊടിയ കുതർക്കിയാണവൻ. وَإِذَا تَوَلَّى سَعَى فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ. അധികാരം ലഭിച്ചാൽ അവൻ ശ്രമിക്കുക ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ്,
കൃഷിനാശം വരുത്താനും മനുഷ്യകുലത്തെ നശിപ്പിക്കാനുമാണ്. അല്ലാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല. وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ أَخَذَتْهُ الْعِزَّةُ بِالْإِثْمِ فَحَسْبُهُ جَهَنَّمُ وَلَبِئْسَ الْمِهَادُ. അല്ലാഹുവെ സൂക്ഷിക്കുക എന്ന് അവനോട് പറഞ്ഞാൽ ദുരഭിമാനം അവനെ പാപത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുന്നു. അവന് നരകം മതി. അതെത്ര ചീത്ത സങ്കേതം. وَمِنَ النَّاسِ مَن يَشْرِي نَفْسَهُ ابْتِغَاءَ مَرْضَاتِ اللَّهِ وَاللَّهُ رَءُوفٌ بِالْعِبَادِ. മറ്റു ചില മനുഷ്യരുണ്ട്, അവൻ അല്ലാഹുവിന്റെ പ്രീതി കുതിച്ച് സ്വന്തത്തെ മുഴുവനായി വിൽക്കാൻ തയ്യാറാവുന്നവൻ. അല്ലാഹു തന്റെ അടിമകളോട് ഏറെ കൃപയുള്ളവനാണ്. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. വിശ്വസിച്ചവരെ, നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക. പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. فَإِن زَلَلْتُم مِّن بَعْدِ مَا جَاءَتْكُمُ الْبَيِّنَاتُ فَاعْلَمُوا أَنَّ اللَّهَ عَزِيزٌ حَكِيمٌ. വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷവും നിങ്ങൾ തെന്നിമാറിപ്പോവുകയാണെങ്കിൽ അറിയുക, അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ്. هل ينظرون إلا أن يأتيهم الله في ظلل من الغمام والملائكة وقضي الأمر وإلى الله ترجع الأمور. അല്ലാഹുവും മലക്കുകളും മേഘക്കുട ചൂടി അവരുടെ അടുത്തു വരികയും കാര്യം തീരുമാനിക്കുകയും ചെയ്യണമെന്നാണോ അവർ പ്രതീക്ഷിക്കുന്നത്? എല്ലാ കാര്യങ്ങളും തിരിച്ചെത്തുന്നത് അല്ലാഹുവിങ്കലേക്ക് തന്നെ. സൽ ബനീ ഇസ്രായീല കം ആതൈനാഹും മിൻ ആയത്തിൻ ബൈനഹ് ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. ഇസ്രായേൽ മക്കളോട് ചോദിക്കുക, എത്രയെത്ര വ്യക്തമായ തെളിവുകളാണ് നാം അവർക്ക് നൽകിയതെന്ന്. അല്ലാഹുവിന്റെ അനുഗ്രഹം വന്നെത്തിയ ശേഷം അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നവൻ അറിയട്ടെ, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. സത്യനിഷേധികൾക്ക് ഈ ലോകജീവിതം ഏറെ ചേതോഹരമായി തോന്നിയിരിക്കുന്നു. സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയാണ്. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ സൂക്ഷ്മത പാലിച്ചവരായിരിക്കും അവരേക്കാൾ ഉന്നതന്മാർ. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കണക്കില്ലാതെ വിഭവങ്ങൾ നൽകുന്നു. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه
والله يهدي من يشاء إلى صراط مستقيم. മനുഷ്യരാശി ഒരൊറ്റ സമുദായമായിരുന്നു. പിന്നീട് ശുഭവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായി അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനായി അവരോടൊപ്പം ഈ വേദപുസ്തകവും അവതരിപ്പിച്ചു. വേദം ലഭിച്ചവർ തന്നെയാണ് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷവും അതിൽ ഭിന്നിച്ചത്. അവർക്കിടയിലെ കിടമത്സരം കാരണമാണത്. എന്നാൽ സത്യവിശ്വാസികളെ ജനം ഭിന്നിച്ചകന്നു പോയ സത്യത്തിലേക്ക് അല്ലാഹു തന്റെ ഹിതമനുസരിച്ച് വഴി നടത്തി. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലേക്ക് നയിക്കുന്നു. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ല, നിങ്ങളുടെ മുൻഗാമികളെ ബാധിച്ച ദുരിതങ്ങളൊന്നും നിങ്ങൾക്ക് വന്നെത്താതെ തന്നെ നിങ്ങൾ സ്വർഗത്തിലങ്ങ് കടന്നു കളയാമെന്ന് കരുതുന്നുണ്ടോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിച്ചു. ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും ദൈവസഹായം എപ്പോഴാണുണ്ടാവുക എന്ന് വിലപിക്കേണ്ടി വരുമാറ് കിടിലം കൊള്ളിക്കുന്ന അവസ്ഥ അവർക്കുണ്ടായി. അറിയുക, അല്ലാഹുവിന്റെ സഹായം അടുത്തുതന്നെയുണ്ടാകും. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. അവർ നിന്നോട് ചോദിക്കുന്നു, അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. പറയുക, നിങ്ങൾ ചെലവഴിക്കുന്ന ധനമേതും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമാണ് നൽകേണ്ടത്. നിങ്ങൾ നല്ലതെന്തു ചെയ്താലും തീർച്ചയായും അല്ലാഹു അതെല്ലാം അറിയും. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. യുദ്ധം നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് അനിഷ്ടകരമായിരിക്കെ. എന്നാൽ ഗുണകരമായ കാര്യം നിങ്ങൾക്ക് അനിഷ്ടകരമായേക്കാം, ദോഷകരമായത് ഇഷ്ടകരവുമായേക്കാം. അല്ലാഹു അറിയുന്നു, നിങ്ങളോ അറിയുന്നുമില്ല. يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتدد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. ആദരണീയ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിലെ യുദ്ധം അതീവ ഗുരുതരം തന്നെ. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വിലക്കുക, അല്ലാഹുവിനെ നിഷേധിക്കുക,
മസ്ജിദുൽ ഹറാമിൽ വിലക്കേർപ്പെടുത്തുക, അതിൻ്റെ അവകാശികളെ അവിടെ നിന്ന് പുറത്താക്കുക. ഇതെല്ലാം അല്ലാഹുവിങ്കൽ അതിലും കൂടുതൽ ഗൗരവമുള്ളതാണ്. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാണ്. അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും വരെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളാരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്മാറി സത്യനിഷേധിയായി മരണപ്പെടുകയാണെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും പാഴായതു തന്നെ. അത്തരക്കാർ നരകത്തിൽ എക്കാലവും കഴിയേണ്ടിവരും. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ നാടുവെടിയുകയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്നവർ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون. നിന്നോടവർ മദ്യത്തെയും ചൂതിനെയും സംബന്ധിച്ച് ചോദിക്കുന്നു. പറയുക, അവ രണ്ടിലും ഗുരുതരമായ കുറ്റമുണ്ട്. മനുഷ്യർക്ക് ചില ഉപകാരങ്ങളുമുണ്ട്, എന്നാൽ അവയിലെ പാപമാണ് പ്രയോജനത്തെക്കാൾ ഏറെ വലുത്. തങ്ങൾ ചെലവഴിക്കേണ്ടതെന്തെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആവശ്യം കഴിച്ച് മിച്ചമുള്ളത്. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് വിധികൾ വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ. ഫിദ്ദുനിയാ വൽ ആഖിറ വയസ്അലൂനക അനിൽ യതാമാ ഖുൽ ഇസ്ലാഹുൻ ലഹും ഖൈർ وَإِن تُخَالِطُوهُمْ فَإِخْوَانُكُمْ وَاللَّهُ يَعْلَمُ الْمُفْسِدَ مِنَ الْمُصْلِحِ وَلَوْ شَاءَ اللَّهُ لَأَعْنَتَكُمْ إِنَّ اللَّهَ عَزِيزٌ حَكِيمٌ. ഈ ലോകത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും അനാഥകളെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അവർക്ക് നന്മ വരുത്തുന്നതെല്ലാം നല്ലതാണ്. നിങ്ങൾ അവരൊന്നിച്ച് ഇടപഴകുന്നതിലും തെറ്റില്ല. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണല്ലോ. നാശമുണ്ടാക്കുന്നവനെയും നന്മ വരുത്തുന്നവനെയും അല്ലാഹു വേർതിരിച്ചറിയുന്നു. അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുമായിരുന്നു. ഉറപ്പായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. സത്യവിശ്വാസം സ്വീകരിക്കും വരെ ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. സത്യവിശ്വാസിനിയായ ഒരടിമപ്പെണ്ണാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ ഉത്തമം. അവൾ നിങ്ങളിൽ കൗതുകമുണർത്തിയാലും ശരി. സത്യവിശ്വാസം സ്വീകരിക്കുവോളം ബഹുദൈവ വിശ്വാസികൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കരുത്. സത്യവിശ്വാസിയായ അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമം. അവൻ നിങ്ങളിൽ കൗതുകമുണർത്തിയാലും ശരി. അവർ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. അല്ലാഹുവോ അവന്റെ ഹിതാനുസൃതം സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. അവൻ തന്റെ തെളിവുകൾ ജനങ്ങൾക്കായി വിശദീകരിച്ചു കൊടുക്കുന്നു.
അവർ ഉദ്ബോധനം ഉൾക്കൊള്ളാൻ. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. ആർത്തവത്തെ സംബന്ധിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അത് മാലിന്യമാണ്. അതിനാൽ ആർത്തവവേളയിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്നകന്നു നിൽക്കുക. ശുദ്ധിയാകും വരെ അവരെ സമീപിക്കരുത്. അവർ ശുദ്ധി നേടിയാൽ അല്ലാഹു നിങ്ങളോട് ആജ്ഞാപിച്ച പോലെ നിങ്ങൾ അവരെ സമീപിക്കുക. അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെ സ്നേഹിക്കുന്നു, ശുചിത്വം പാലിക്കുന്നവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. നിസാഉകും ഹർസുൻ ലകും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്ത് ചെല്ലാവുന്നതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടത് നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കണം. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അറിയുക, നിങ്ങൾ അവനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കുക. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. നന്മ ചെയ്യുക, ഭക്തി പുലർത്തുക, ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്നിവയ്ക്ക് തടസ്സമുണ്ടാക്കാനായി ശപഥം ചെയ്യാൻ നിങ്ങൾ അല്ലാഹുവിന്റെ പേരുപയോഗിക്കരുത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, സകലതും അറിയുന്നവനും. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. ബോധപൂർവമല്ലാതെ പറഞ്ഞു പോകുന്ന ശപഥങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടുകയില്ല. എന്നാൽ നിങ്ങൾ മനഃപൂർവം പ്രവർത്തിച്ചതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെടില്ലെന്ന് ശപഥം ചെയ്തവർക്ക് 4 മാസം വരെ കാത്തിരിക്കാം. അവർ മടങ്ങുന്നുവെങ്കിൽ അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു. وإن عزموا الطلاق فإن الله سميع عليم. അഥവാ അവർ വിവാഹമോചനം തന്നെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. വിവാഹമോചിതകൾ 3 തവണ മാസമുറ ഉണ്ടാകും വരെ തങ്ങളെ സ്വയം നിയന്ത്രിച്ചു കഴിയണം. അല്ലാഹു അവരുടെ ഗർഭാശയങ്ങളിൽ സൃഷ്ടിച്ചുവെച്ചതിനെ മറച്ചുവെക്കാൻ അവർക്ക് അനുവാദമില്ല. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെങ്കിൽ അതിനിടയിൽ
അവരെ തിരിച്ചെടുക്കാൻ ഭർത്താക്കന്മാർക്ക് അവകാശമുണ്ട്. അവർ ബന്ധം നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായമായ അവകാശങ്ങളുമുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവി കൂടുതലുണ്ട്. അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അത്ത്വലാഖു മർറതാൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. വിവാഹമോചനം 2 തവണയാകുന്നു. പിന്നെ ന്യായമായ നിലയിൽ കൂടെ നിർത്തുകയോ നല്ല നിലയിൽ ഒഴിവാക്കുകയോ വേണം. നേരത്തെ നിങ്ങൾ ഭാര്യമാർക്ക് നൽകിയിരുന്നതിൽ നിന്ന് യാതൊന്നും തിരിച്ചുവാങ്ങാൻ പാടില്ല. ഇരുവരും അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കാൻ കഴിയില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിലല്ലാതെ. അവരിരുവരും അല്ലാഹുവിന്റെ നിയമപരിധികൾ പാലിക്കുകയില്ലെന്ന് നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ സ്ത്രീ തന്റെ ഭർത്താവിന് വല്ലതും നൽകി വിവാഹമോചനം നേടുന്നതിൽ ഇരുവർക്കും കുറ്റമില്ല. അല്ലാഹുവിന്റെ നിയമപരിധികളാണിവ. നിങ്ങളവ ലംഘിക്കരുത്. ദൈവിക നിയമങ്ങൾ ലംഘിക്കുന്നവർ തന്നെയാണ് അക്രമികൾ. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. വീണ്ടും വിവാഹമോചനം നടത്തിയാൽ പിന്നെ അവൾ അനുവദനീയയാവുകയില്ല, അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതുവരെ. അങ്ങനെ അയാൾ അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ മുൻഭർത്താവിനും അവൾക്കും ദാമ്പത്യത്തിലേക്ക് തിരിച്ചുവരുന്നതിൽ വിരോധമില്ല. മേലിൽ ഇരുവരും ദൈവിക നിയമങ്ങൾ പാലിക്കുമെന്ന് കരുതുന്നുവെങ്കിൽ. ഇത് അല്ലാഹു നിശ്ചയിച്ച നിയമപരിധികളാണ്. കാര്യമറിയുന്ന ജനത്തിന് അല്ലാഹു അവ വിശദീകരിച്ചു തരികയാണ്. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَأَمْسِكُوهُنَّ بِمَعْرُوفٍ أَوْ سَرِّحُوهُنَّ بِمَعْرُوفٍ وَلَا تُمْسِكُوهُنَّ ضِرَارًا لِتَعْتَدُوا وَمَنْ يَفْعَلْ ذَلِكَ فَقَدْ ظَلَمَ نَفْسَهُ ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയും അങ്ങനെ അവരുടെ ഇദ്ദ അവധി എത്തുകയും ചെയ്താൽ അവരെ ന്യായമായ നിലയിൽ കൂടെ നിർത്തുക, അല്ലെങ്കിൽ മാന്യമായി പിരിച്ചയക്കുക. അവരെ ദ്രോഹിക്കാനായി അന്യായമായി പിടിച്ചുവെക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവൻ തനിക്കു തന്നെയാണ് ദ്രോഹം വരുത്തുന്നത്. അല്ലാഹുവിന്റെ വചനങ്ങളെ നിങ്ങൾ കളിയായിട്ടെടുക്കാതിരിക്കുവിൻ. അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. അല്ലാഹു നിങ്ങളെ ഉപദേശിക്കാനായി വേദപുസ്തകവും തത്വജ്ഞാനവും ഇറക്കിത്തന്നതും ഓർക്കുക. അല്ലാഹുവെ സൂക്ഷിക്കുക. അറിയുക, നിശ്ചയമായും അല്ലാഹു
എല്ലാം അറിയുന്നവനാണ്. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَلَا تَعْضُلُوهُنَّ أَن يَنكِحْنَ أَزْوَاجَهُنَّ إِذَا تَرَاضَوْا بَيْنَهُم بِالْمَعْرُوفِ ذَلِكَ يُوعَظُ بِهِ مَن كَانَ مِنكُمْ يُؤْمِنُ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكُمْ أَزْكَى لَكُمْ وَأَطْهَرُ وَاللَّهُ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്തു. അവർ തങ്ങളുടെ ഇദ്ദ അവധികാലം പൂർത്തീകരിക്കുകയും ചെയ്തു. പിന്നീട് ന്യായമായ നിലയിൽ പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ വിലക്കരുത്. നിങ്ങളിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്കുള്ള ഉപദേശമാണിത്. അതാണ് നിങ്ങൾക്ക് ഏറെ സംസ്കാരപൂർണവും വിശുദ്ധവും. അല്ലാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. والوالدات يرضعن أولادهن حولين كاملين لمن أراد أن يتم الرضاعة وعلى المولود له رزقهن وكسوتهن بالمعروف لا تكلف نفس إلا وسعها لا تضار والدة بولدها ولا مولود له بولده وعلى الوارث مثل ذلك فإن أرادا فصالا عن تراض منهما وتشاور فلا جناح عليهما وإن أردتم أن تسترضعوا أولادكم فلا جناح عليكم إذا سلمتم ما آتيتم بالمعروف واتقوا الله واعلموا أن الله بما تعملون بصير. മാതാക്കൾ തങ്ങളുടെ മക്കളെ 2 വർഷം പൂർണ്ണമായും മുലയൂട്ടണം. മുലകുടിക്കാലം പൂർത്തീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിലാണിത്. മുലയൂട്ടുന്ന സ്ത്രീക്ക് ന്യായമായ നിലയിൽ ഭക്ഷണവും വസ്ത്രവും നൽകേണ്ട ബാധ്യത കുട്ടിയുടെ പിതാവിനാണ്. എന്നാൽ ആരെയും അവരുടെ കഴിവിനപ്പുറമുള്ളതിന് നിർബന്ധിക്കാവതല്ല. ഒരു മാതാവും തന്റെ കുഞ്ഞു കാരണമായി പീഡിപ്പിക്കപ്പെടരുത്. അപ്രകാരം തന്നെ കുഞ്ഞു കാരണം പിതാവും പീഡിപ്പിക്കപ്പെടരുത്. പിതാവില്ലെങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്ക് അയാൾക്കുള്ള അതേ ബാധ്യതയുണ്ട്. എന്നാൽ ഇരുവിഭാഗവും പരസ്പരം കൂടിയാലോചിച്ചും തൃപ്തിപ്പെട്ടും മുലയൂട്ടൽ നിർത്തുന്നുവെങ്കിൽ അതിലിരുവർക്കും കുറ്റമില്ല. അഥവാ കുട്ടികൾക്ക് മറ്റൊരാളെക്കൊണ്ട് മുല കുടിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനും വിരോധമില്ല. അവർക്കുള്ള പ്രതിഫലം നല്ല നിലയിൽ നൽകുന്നുവെങ്കിലാണിത്. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. അറിയുക, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ്. والذين يتوفون منكم ويذرون أزواجا يتربصن بأنفسهن 4 أشهر و10 فإذا بلغن أجلهن فلا جناح عليكم فيما فعلن في أنفسهن بالمعروف والله بما تعملون خبير. നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ വിട്ടേച്ചു മരിച്ചുപോയാൽ ആ ഭാര്യമാർ 4 മാസവും 10 ദിവസവും തങ്ങളെ സ്വയം നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ്. അങ്ങനെ അവരുടെ ഇദ്ദ കാലാവധിയെത്തിയാൽ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായ നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعدوهن سرا
إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. ആ സ്ത്രീകളുമായി നിങ്ങൾ യുദ്ധകാലത്ത് വിവാഹകാര്യം വ്യംഗമായി സൂചിപ്പിക്കുകയോ മനസ്സിൽ ഒളിപ്പിച്ചു വയ്ക്കുകയോ ചെയ്യുന്നത് കുറ്റകരമല്ല. നിങ്ങൾ അവരെ ഓർക്കുമെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. എന്നാൽ സ്വകാര്യത്തിൽ അവരുമായി ഒരുടമ്പടിയും ഉണ്ടാക്കരുത്. നിങ്ങൾ അവരോട് നല്ല കാര്യം പറയുന്നതല്ലാതെ ഇദ്ദയുടെ നിശ്ചിത അവധി എത്തും വരെ വിവാഹ ഉടമ്പടി നടത്തരുത്. അറിയുക, തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹു അറിയുന്നുണ്ട്. അതിനാൽ അവനെ സൂക്ഷിക്കുക. അറിയുക, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനുമാണ്. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين. സ്ത്രീകളെ സ്പർശിക്കുകയോ അവരുടെ വിവാഹമൂല്യം നിശ്ചയിക്കുകയോ ചെയ്യും മുമ്പേ നിങ്ങൾ അവരെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ കുറ്റമില്ല. എന്നാൽ നിങ്ങൾ അവർക്ക് ജീവിതവിഭവം നൽകണം. കഴിവുള്ളവൻ തന്റെ കഴിവനുസരിച്ചും പ്രയാസപ്പെടുന്നവൻ തന്റെ അവസ്ഥയനുസരിച്ചും മാന്യമായ വിഭവം. സൽക്കർമ്മികളുടെ ബാധ്യതയാണിത്. وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ وَقَدْ فَرَضْتُمْ لَهُنَّ فَرِيضَةً فَنِصْفُ مَا فَرَضْتُمْ إِلَّا أَن يَعْفُونَ أَوْ يَعْفُوَ الَّذِي بِيَدِهِ عُقْدَةُ النِّكَاحِ وَأَن تَعْفُوا أَقْرَبُ لِلتَّقْوَى وَلَا تَنْسَوُا الْفَضْلَ بَيْنَكُمْ إِنَّ اللَّهَ بِمَا تَعْمَلُونَ بَصِيرٌ. അഥവാ ഭാര്യമാരെ സ്പർശിക്കും മുമ്പേ നിങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുകയും നിങ്ങൾ അവരുടെ മഹർ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ച മഹറിന്റെ പാതി അവർക്കുള്ളതാണ്. അവർ ഇളവ് അനുവദിക്കുന്നില്ലെങ്കിലും വിവാഹ ഉടമ്പടി ആരുടെ കയ്യിലാണോ അയാൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിലുമാണിത്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യലാണ് തഖ്വയുമായി ഏറെ പൊരുത്തപ്പെടുന്നത്. ഇടപാടുകളിൽ പരസ്പരം ഔദാര്യം കാണിക്കാൻ മറക്കരുത്. അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് തീർച്ച. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരത്തിൽ നിഷ്ഠ പുലർത്തുക, വിശേഷിച്ചും നടുവിലുള്ള നമസ്കാരത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഭക്തിയോടെ നിന്ന് നമസ്കരിക്കുക. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. അരക്ഷിതാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നടന്നുകൊണ്ടോ വാഹനത്തിലിരുന്നു കൊണ്ടോ നമസ്കാരം നിർവഹിക്കുക. എന്നാൽ നിങ്ങൾ നിർഭയരായാൽ അല്ലാഹുവെ സ്മരിക്കുക. നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പോലെ. والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. നിങ്ങളിൽ ഭാര്യമാരെ വിട്ടേച്ചു മരണപ്പെടുന്നവർ തങ്ങളുടെ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്കാവശ്യമായ ജീവിത വിഭവങ്ങൾ വസിയത്ത് ചെയ്യേണ്ടതാണ്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിടരുത്.
എന്നാൽ അവർ സ്വയം പുറത്തു പോകുന്നുവെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ ന്യായമായ നിലയിൽ അവർ ചെയ്യുന്നതിലൊന്നും നിങ്ങൾക്ക് കുറ്റമില്ല. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. وَلِلْمُطَلَّقَاتِ مَتَاعٌ بِالْمَعْرُوفِ حَقًّا عَلَى الْمُتَّقِينَ. വിവാഹമോചിതർക്കും ന്യായമായ നിലയിൽ ജീവിത വിഭവം നൽകണം. സൂക്ഷ്മത പാലിക്കുന്നവരുടെ ബാധ്യതയാണിത്. كَذَلِكَ يُبَيِّنُ اللَّهُ لَكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. ഇவ்விധം അല്ലാഹു നിങ്ങൾക്ക് തന്റെ കൽപ്പനകൾ വിശദീകരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചറിയാൻ. أَلَمْ تَرَ إِلَى الَّذِينَ خَرَجُوا مِنْ دِيَارِهِمْ وَهُمْ أُلُوفٌ حَذَرَ الْمَوْتِ فَقَالَ لَهُمُ اللَّهُ مُوتُوا ثُمَّ أَحْيَاهُمْ إِنَّ اللَّهَ لَذُو فَضْلٍ عَلَى النَّاسِ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَشْكُرُونَ. ആയിരങ്ങളുണ്ടായിട്ടും മരണഭയത്താൽ തങ്ങളുടെ വീട് വിട്ടിറങ്ങിയ ജനതയുടെ അവസ്ഥ നീ കണ്ടില്ലേ? അല്ലാഹു അവരോട് കൽപ്പിച്ചു, നിങ്ങൾ മരിക്കൂ. പിന്നെ അല്ലാഹു അവരെ ജീവിപ്പിച്ചു. ഉറപ്പായും അല്ലാഹു മനുഷ്യരോട് ഔദാര്യമുള്ളവനാണ്. എന്നാൽ മനുഷ്യരിലേറെ പേരും നന്ദി കാണിക്കുന്നില്ല. وَقَاتِلُوا فِي سَبِيلِ اللَّهِ وَاعْلَمُوا أَنَّ اللَّهَ سَمِيعٌ عَلِيمٌ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അറിയുക, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. مَنْ ذَا الَّذِي يُقْرِضُ اللَّهَ قَرْضًا حَسَنًا فَيُضَاعِفَهُ لَهُ أَضْعَافًا كَثِيرَةً وَاللَّهُ يَقْبِضُ وَيَبْسُطُ وَإِلَيْهِ تُرْجَعُونَ. അല്ലാഹുവിന് ഉത്തമമായ കടം നൽകുന്ന ആരുണ്ട്? എങ്കിൽ അല്ലാഹു അത് അയാൾക്ക് ധാരാളമായി ഇരട്ടിപ്പിച്ചു കൊടുക്കും. ധനം പിടിച്ചുവെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അല്ലാഹുവാണ്. അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങളുടെ മടക്കം. أَلَمْ تَرَ إِلَى الْمَلَإِ مِنْ بَنِي إِسْرَائِيلَ مِنْ بَعْدِ مُوسَى إِذْ قَالُوا لِنَبِيٍّ لَهُمُ ابْعَثْ لَنَا مَلِكًا نُقَاتِلْ فِي سَبِيلِ اللَّهِ قَالَ هَلْ عَسَيْتُمْ إِن كُتِبَ عَلَيْكُمُ الْقِتَالُ أَلَّا تُقَاتِلُوا قَالُوا وَمَا لَنَا أَلَّا نُقَاتِلَ فِي سَبِيلِ اللَّهِ وَقَدْ أُخْرِجْنَا مِنْ دِيَارِنَا وَأَبْنَائِنَا فَلَمَّا كُتِبَ عَلَيْهِمُ الْقِتَالُ تَوَلَّوْا إِلَّا قَلِيلًا مِنْهُمْ وَاللَّهُ عَلِيمٌ بِالظَّالِمِينَ. നീ അറിഞ്ഞിട്ടുണ്ടോ മൂസാക്ക് ശേഷമുള്ള ഇസ്രായേലി പ്രമാണിമാരുടെ കാര്യം? അവർ തങ്ങളുടെ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു തരിക, ഞങ്ങൾ ദൈവമാർഗത്തിൽ പടപൊരുതാം. പ്രവാചകൻ ചോദിച്ചു, യുദ്ധത്തിന് കൽപ്പന കിട്ടിയാൽ പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നേക്കുമോ? അവർ പറഞ്ഞു, ദൈവമാർഗത്തിൽ ഞങ്ങൾ എങ്ങനെ പൊരുതാതിരിക്കും? ഞങ്ങളെ സ്വന്തം വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും ആട്ടിപ്പുറത്താക്കിയിരിക്കെ. എന്നാൽ യുദ്ധത്തിന് കൽപ്പന കൊടുത്തപ്പോൾ അവർ പിന്തിരിഞ്ഞുകളഞ്ഞു, ചുരുക്കം ചിലരൊഴികെ. അല്ലാഹു അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാണ്. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അവരുടെ പ്രവാചകൻ അവരെ അറിയിച്ചു, അല്ലാഹു ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ കഴിയും?
രാജത്വത്തിന് അയാളേക്കാൾ യോഗ്യത ഞങ്ങൾക്കാണല്ലോ. അയാൾ വലിയ പണക്കാരനുമല്ല. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്കുമേൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് കായികവും വൈജ്ഞാനികവുമായ കഴിവ് ധാരാളമായി നൽകിയിരിക്കുന്നു. അല്ലാഹു രാജത്വം താൻ ഇച്ഛിക്കുന്നവർക്ക് കൊടുക്കുന്നു. അല്ലാഹു ഏറെ വിശാലതയുള്ളവനാണ്, എല്ലാം അറിയുന്നവനും. وقال لهم نبيهم إن آية ملكه أن يأتيكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم مؤمنين. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ രാജാധികാരത്തിനുള്ള തെളിവ് നഷ്ടപ്പെട്ട മൂസയുടെ പെട്ടകം നിങ്ങൾക്ക് തിരിച്ചു കിട്ടലാണ്. അതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള ശാന്തിയുണ്ട്. മൂസായുടെയും ഹാറൂന്റെയും കുടുംബം വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങളും. മലക്കുകൾ അത് ചുമന്നുകൊണ്ടുവരും. തീർച്ചയായും നിങ്ങൾക്കതിൽ മഹത്തായ തെളിവുണ്ട്, നിങ്ങൾ വിശ്വാസികളെങ്കിൽ. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اغترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. അങ്ങനെ പട്ടാളവുമായി ത്വാലൂത്ത് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹു ഒരു നദി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് കുടിക്കുന്നവനാരോ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അത് രുചിച്ചു നോക്കാത്തവനാരോ അവനാണ് എന്റെ അനുയായി. എന്നാൽ തന്റെ കൈകൊണ്ട് ഒരു കോരലെടുത്തവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ അവരിൽ ചുരുക്കം ചിലരൊഴികെ എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. അങ്ങനെ ത്വാലൂത്തും കൂടെയുള്ള വിശ്വാസികളും ആ നദി മുറിച്ചു കടന്ന് മുന്നോട്ടു പോയപ്പോൾ അവർ പറഞ്ഞു, ജാലൂത്തിനെയും അയാളുടെ സൈന്യത്തെയും നേരിടാനുള്ള കഴിവ് ഇന്ന് ഞങ്ങൾക്കില്ല. എന്നാൽ അല്ലാഹുവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന വിചാരമുള്ളവർ പറഞ്ഞു, എത്രയെത്ര ചെറുസംഘങ്ങളാണ് അല്ലാഹുവിന്റെ അനുമതിയോടെ വൻ സംഘങ്ങളെ ജയിച്ചടക്കിയത്. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. അങ്ങനെ ജാലൂത്തിനും സൈന്യത്തിനുമെതിരെ പടവെട്ടാനിറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്കു നീ ക്ഷമ പകർന്നു തരേണമേ, ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ, സത്യനിഷേധികളായ ജനത്തിനെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. فهزموهم بإذن الله وقتل داود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين. അവസാനം ദൈവഹിതത്താൽ അവർ ശത്രുക്കളെ തോൽപ്പിച്ചോടിച്ചു. ദാവൂദ് ജാലൂത്തിനെ കൊന്നു. അല്ലാഹു അദ്ദേഹത്തിന് അധികാരവും തത്വജ്ഞാനവും നൽകി.
അവനിച്ഛിച്ചതൊക്കെ അദ്ദേഹത്തെ പഠിപ്പിച്ചു. അല്ലാഹു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെക്കൊണ്ട് പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ഭൂമിയാകെ കുഴപ്പത്തിലാകുമായിരുന്നു. എന്നാൽ ലോകത്തെങ്ങുമുള്ളവരോട് അത്യുദാരനാണ് അല്ലാഹു. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽഹഖ് വഇന്നക ലമിനൽ മുർസലീൻ. അല്ലാഹുവിന്റെ വചനങ്ങളാണിവ. നാം ഇത് യഥാവിധി നിനക്ക് ഓതിക്കേൾപ്പിച്ചു തരികയാണ്. തീർച്ചയായും നീ ദൈവദൂതന്മാരിൽപ്പെട്ടവൻ തന്നെ.